ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാവാം കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ വരെ നല്ല മഴ. മോർണിംഗ് എണീറ്റപ്പോഴാണ് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ വീക്കിൽ അതിന് ഒരു ദിവസം ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. ക്ലാസ് ഉണ്ടായപ്പോൾ വിചാരിച്ചു ഇനി മഴയൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അതാ രാത്രി പിടിച്ച മഴയാണ് കേട്ടോ. രാവിലെയും നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ അതാ ക്ലാസ്സിന് അവധി. അപ്പോൾ ഇനിയിപ്പോൾ പറയണ്ടല്ലോ, ഇവരെല്ലാവരും പതുക്കെ എണീറ്റിട്ടേ വരുള്ളൂ. അങ്ങനെ ദാ പൂരിയുടെ മാവൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ച് എളുപ്പപ്പണിക്ക് വേണ്ടി ഇന്നലെ കുഴച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിതാ ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചായ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു എനർജി ബൂസ്റ്റർ ഡ്രിങ്ക് ഇല്ലെങ്കിൽ എന്തോ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ചായ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കുറേ കാലങ്ങൾ കൊണ്ടുള്ളൊരു സ്വഭാവമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഒക്കെ എനിക്ക് ചായ അത്രയ്ക്കും വേണ്ട ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ മോനെ ഫസ്റ്റ് മൂത്ത ആളെ പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങിയിട്ട് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായി വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ചായ. അപ്പോൾ ഈ ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നും. എനിക്ക് എന്തൊക്കെയോ കുറവുകൾ പോലെ തോന്നും കേട്ടോ. ശരീരത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പോലെ തോന്നും. ചായ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ചായ തന്നെ വേണമെന്നില്ല, കോഫി ആണെങ്കിലും മതി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ കോഫി പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളകൊക്കെ വേവിക്കാനായിട്ട് നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അതൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് കറിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയും അതുപോലെ തന്നെ ചായയും കൂടിയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ചായ ലവേഴ്സ് ഓർ കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എന്നെപ്പോലെ ചായയും കോഫിയും ഒക്കെ ഇല്ലാണ്ട് ഒരു ദിവസം കടന്നു പോകാൻ പറ്റാത്തവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ കൂടണേ.